നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ദേവൻ തരട്ടെ. ഞാൻ പൊയ്കയിൽ സനൂപ്. ഇപ്പം മണ്ഡലകാലം ആരംഭിക്കുകയാണ്. നാളെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. നവംബർ മാസം 16-ാം തീയതി തുടങ്ങി മണ്ഡലകാലം, വൃശ്ചിക മാസം 1-ാം തീയതി തുടങ്ങി മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അപ്പോൾ വളരെ വിശേഷമായിട്ടുള്ള കാലഘട്ടമാണ് ഈ മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാവർക്കും ഏത് തൊഴിലിലായിരിക്കോട്ടെ, എന്ത് ബിസിനസ്സുകാരനായിക്കോട്ടെ, എന്ത് കച്ചവടം ചെയ്യുന്നവനായിക്കോട്ടെ, ഏത് മതസ്ഥനായിക്കോട്ടെ, ഏത് സമുദായക്കാരനായിക്കോട്ടെ, എല്ലാവർക്കും അനവധി ഗുണങ്ങൾ വന്നു ചേരുന്ന സന്ദർഭവും സമയമൊക്കെയാണ്. ഈ ഭഗവാന്റെ ഈ ആചാരാനുഷ്ഠാനം കൊണ്ട് ഭൂമിയിൽ ഈ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള എല്ലാവർക്കും ഗുണങ്ങളും സമൃദ്ധികളാണ് വാസ്തവത്തിൽ. മനസ്സിലായ ഒരു പെട്രോൾ പമ്പുകാരനായിക്കോട്ടെ, ഒരു തയ്യൽ കടക്കാരനായിക്കോട്ടെ, ഒരു പൂജാ സ്റ്റോഴ്സുകാരനായിക്കോട്ടെ, ഒരു നെയ്യ് കച്ചവടക്കാരനായിക്കോട്ടെ, ഒരു എണ്ണ കച്ചവടക്കാരനായിക്കോട്ടെ, അങ്ങനെ എല്ലാ വിഭാഗക്കാർക്കും എല്ലാ ഗുണങ്ങളും ബിസിനസ്സും ധനമൊക്കെ അഭിവൃദ്ധിയും വർദ്ധിച്ചു വരുന്നൊരു സന്ദർഭവും സമയമൊക്കെയാണ് ഈ ഭഗവാന്റെ ഈ ആചാരാനുഷ്ഠാനം കൊണ്ട് നാട്ടിൽ സംഭവിക്കുന്നത്. പോലീസുകാർക്കായിക്കോട്ടെ, മറ്റേ എല്ലാ വകുപ്പിൽപ്പെട്ട എല്ലാവരും അവിടെ സന്നിഹിതരാകുന്നത് കൊണ്ട് അവർക്കെല്ലാവർക്കും ഇതോടനുബന്ധിച്ച് അവരുടെ ബിസിനസ്സിലും ജോലിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. കാരണം എല്ലാ സമുദായക്കാർക്കും നമ്മൾ വണ്ടി വിളിക്കുമ്പോൾ നോക്കാറുണ്ട്, ഇത് ആരുടെ വണ്ടിയാണ്, എന്ത് വണ്ടിയാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്, അങ്ങനെ ഒന്നും വാങ്ങിക്കുമ്പോഴും ഒന്നും ചെയ്യുമ്പോഴും ഒന്നും നോക്കാറില്ല. അപ്പോൾ അത് കൂട്ടാഭിവൃദ്ധി ഉണ്ടാകുന്നതും നാട്ടിലെല്ലാവർക്കും ഗുണമുണ്ടാകുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ് ഈ 41 ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഷ്ഠിക്കേണ്ട ഒരു രീതിയുണ്ട്, മനസ്സിലായ. കാരണം ഇപ്പം ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരാണെങ്കിലും വർഷത്തിൽ ഒരു 40 ദിവസം, ഒരു 2 മാസക്കാലമൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നത് ശരീരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് വാസ്തവത്തിലേ. അങ്ങനെയുണ്ട്. ശരീരത്തിൽ രോഗാതുരിതങ്ങൾ മാറാനും, ശരീരത്തിൻ്റെ പല തന്തുലിതാവസ്ഥയൊക്കെ വ്യത്യാസം വരാനും, പല ഹോർമോണൊക്കെ വ്യത്യാസങ്ങൾ വരാനും, പല എനർജി ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു 1-1.5-2 മാസക്കാലം വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഭഗവാന്റെ ഒരു പ്രധാന കൃപാകടാക്ഷം ലഭിക്കുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ അതിന് ഇപ്പം നാളെ മുതൽ ഇങ്ങനെ ശുദ്ധിയാക്കും. പല വീടുകളിലൊക്കെ തലേ ദിവസങ്ങളിലൊക്കെ ശുദ്ധിയാക്കി ഏറ്റവും വൃത്തിയായിട്ട് 40 ദിവസക്കാലം ഭഗവാന്റെ പോയാലും ഇല്ലെങ്കിലും പോകാൻ സാധിക്കാത്ത അനവധി ആൾക്കാരുണ്ട് ഗൃഹങ്ങളിൽ. ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോകാൻ പറ്റുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലും ഈ 40 ദിവസക്കാലം വ്രതാനുഷ്ഠിച്ച് ഏറ്റവും ശുദ്ധിയായിട്ട് മത്സ്യമാംസാദികളും മറ്റു ശുദ്ധികളെല്ലാം ഒഴിവാക്കി അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനും, രാവിലെ ഉദയത്തിൽ വിളക്ക് വെച്ച് വീട്ടിൽ പ്രാർത്ഥിക്കാനും, ശരണം വിളിക്കാനും എല്ലാവർക്കും ഉണ്ടാവണം മനസ്സ്. കാരണം എല്ലാവർക്കും ഉണ്ടാവണം ഗുണങ്ങളെ. എനിക്ക് മാത്രം പോരാ, അവന് മാത്രം പോരാ, എല്ലാവർക്കും വേണം ഗുണങ്ങൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം. കാരണം അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ ഇതിങ്ങനെ വിശേഷമായിട്ട് അനുഷ്ഠിച്ചു പോകുന്നത്, മനസ്സിലായ. എല്ലാ മതസ്ഥരും, എല്ലാ ജാതിക്കാരും, എല്ലാ നാട്ടുകാരും ഇതിങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നത് അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും ഗുണങ്ങൾ കിട്ടുന്ന സന്ദർഭവും സമയമാണിതേ. മറ്റു മാസങ്ങളിൽ അമ്പലം തുറക്കണില്ല, പക്ഷേ ഇതിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ വിശേഷമുണ്ട്, അനുഗ്രഹ സന്ദർഭമുണ്ട്, സമയമുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഈ മണ്ഡലകാലം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഭഗവാന്റെ എല്ലാ വിശ്വാസികളും ഏറ്റവും നന്ദിയായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധിയോടെ വൃത്തിയോടെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മത്സ്യമാംസമൊക്കെ ഒഴിവാക്കി ഈ 40 ദിവസം വ്രതം കൊടുക്കുക. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയിലെല്ലാം ഭഗവാൻ തരും. നാനാജാതി മതസ്ഥർക്കും നാനാജാതി രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടിയ ഗുണങ്ങളെ നമ്മൾക്കും കിട്ടണം, എനിക്കും കിട്ടണം, നിങ്ങൾക്കും കിട്ടണം, അവനും കിട്ടണം, അവൾക്കും കിട്ടണം, എല്ലാവർക്കും വേണം. എല്ലാവരും മനസ്സറിഞ്ഞ് ശബരിമലക്ക് പോകാൻ സാധിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും ഈ വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിക്കണം, 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 അനുഷ്ഠിക്കണം. കാരണം എല്ലാവർക്കും കിട്ടണം ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം. ഭഗവാനെ വിചാരിച്ച് നിത്യം അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ശരണം വിളിയോടുകൂടി ആരംഭിക്കുക ദിവസങ്ങൾ. അസ്തമയവും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏറ്റവും ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഭഗവാൻ തരും. എല്ലാവരും അവനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയുണ്ട് പ്രാർത്ഥന. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഭഗവാൻ തരട്ടെ. എല്ലാവരും അനുഷ്ഠിക്കണം, ആരും പിന്നോട്ട് നിൽക്കരുത്. എല്ലാവരും ഈ വ്രതം അനുഷ്ഠിച്ച് ഈ 40 ദിവസം
കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരട്ടെ. ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. എല്ലാവർക്കും ഉണ്ടാകും ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.